കുട്ടികളെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഇന്ന് വൈദ്യുതപ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ആ പാഠത്തിന്റെ ബേസ് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വൈദ്യുതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ അറിയണം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ശരിക്കും 21st സെഞ്ചുറിയിലാണ് അല്ലെ, 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വൈദ്യുതി എന്ന് പറയുന്ന സംഭവം 17ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു പദം ആദ്യമായി ഉപയോഗിക്കുന്നത് തന്നെ. അതായത് മനുഷ്യനെ പരിഷ്കാരിയാക്കി മാറ്റിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് വൈദ്യുതി എന്ന് പറയുന്നത്. എണ്ണമറ്റ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് പല രൂപത്തിലേക്ക് ഈ ഊർജ പ്രവാഹത്തെ സൃഷ്ടിക്കാനും അതുപോലെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും ഒക്കെ മനുഷ്യന് കഴിഞ്ഞത് കേട്ടോ. അതുപോലെ ഈ മനുഷ്യർ ആദ്യമായി വൈദ്യുതി അറിഞ്ഞത് ഇടിമിന്നലിൽ നിന്നാണ്. അപ്പോ ഇത് ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി എന്ന് തിരിച്ചറിയുന്നത് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. ഇത് 17ാം നൂറ്റാണ്ടിലെ ഒരു കണ്ടുപിടുത്തമാണ്. അതിനൊക്കെ ശേഷം പിന്നെ ഒരു 18, 19 ഒക്കെ ആവുമ്പോഴാണ് ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് അല്ലെങ്കിൽ ഫ്ലോ ആണ് വൈദ്യുതി എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നലിനെ കുറിച്ച് തന്നെ നിരവധി പഠനം നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ആദ്യത്തെ ബാറ്ററി നിർമ്മിച്ചത്. ബാറ്ററി നിർമ്മിക്കുന്നു, പിന്നെ വൈദ്യുത നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ വൈദ്യുത നിയമങ്ങൾ ആവിഷ്കരിച്ച ചിന്തകനാണ് മൈക്കൽ ഫാരഡേ. അപ്പൊ ആധുനിക വൈദ്യുത വിതരണ സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിച്ച്, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുത ബൾബ്, ഫാന്, റെഫ്രിജറേറ്റർ, ഇലക്ട്രിക് ഹീറ്റർ, ഇങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ച ശരിക്കും 100 കണക്കിന് ഗവേഷകരാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് മനുഷ്യന് ഉപകാരപ്രദമായ പല വസ്തുക്കളെയും ഇലക്ട്രിക് ടൂൾസ് പലതിനെയും കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മളെ ശരിക്കും ഈ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ എഫക്ട് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ പാഠം പഠിക്കുക. അപ്പൊ അതില് ഈ ഇഫക്റ്റുകൾ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഈ വൈദ്യുത പ്രവാഹത്തിന്റെ ശരിക്കും ഇതൊരു അത്ഭുത ലോകം തന്നെയാണ് വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ അത്ഭുത ലോകത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റമാണ്. വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റം. അപ്പൊ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം വേണമെങ്കിൽ, അതായത് തരംതിരിച്ച് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജമാറ്റമാണ്, എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ അത് ജസ്റ്റ് കണ്ടതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, എന്താണ് കറണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ കേട്ടോ. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. ഇതിൽ എന്താണ് സംഭവം എന്നൊക്കെ. അതായത് വെറുതെ എങ്ങനെയാണ് കറണ്ട് എന്ന് പറയുന്ന സംഭവം നടക്കണമെങ്കിൽ, കറണ്ട് ഉണ്ടാവണമെങ്കിൽ അതിനൊരു കണ്ടക്ടർ വേണം വേണ്ടേ. എന്തായാലും കോപ്പർ വയർ ആണെങ്കിൽ കോപ്പർ വയർ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെമ്പ് കമ്പി ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിനൊരു കണ്ടക്ടർ വേണം ആദ്യം തന്നെ. അപ്പൊ കണ്ടക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ കറന്റ് പാസ് ചെയ്യുള്ളൂ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇതൊരു മെറ്റൽ വയർ ആണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ അതിലൂടെ എന്താ ശരിക്കും ഒഴുകുന്നത്, വൈദ്യുതി ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്താ ശരിക്കും ഒഴുകി പോകുന്ന സംഗതി നമ്മൾ കഴിഞ്ഞ ക്ലാസ് 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രോണുകളുടെ ഒരു ഫ്ലോ ആണ് വൈദ്യുതി എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ആ മെറ്റൽ വയറിലൂടെ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോണിന്റെ ഫ്ലോ സംഭവിക്കും. അപ്പൊ ഇലക്ട്രോണിനെ മെൻഷൻ ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് അറിയാമല്ലോ. എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയിലും പഠിച്ചതാണ്, ഫിസിക്സിലും പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. ഇലക്ട്രോണുകളെ നമ്മൾ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക, ഈ ഇട്ടിട്ട് അതിന്റെ മുകളിൽ എന്താണ് ഒരു നെഗറ്റീവ് ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറി, ഇലക്ട്രോൺ എന്നാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു മെറ്റൽ വയർ വരയ്ക്കുക, ആ വയറിന്റെ തൊട്ട് താഴെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് വൈദ്യുതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിത് കുറച്ച് ഹോംവർക്ക് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ കരുതിയാൽ മതി. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ പഠിക്കുവാണ്. ഇനി ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു മെറ്റൽ വയറിലൂടെ ഇലക്ട്രോണുകളുടെ ഫ്ലോ സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒഴുക്ക് സംഭവിക്കുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം കുട്ടിക്ക് ഉണ്ടാവണം. അപ്പൊ എന്താണ് ഒഴുകുന്നത് എന്ന് അറിയണം. മെറ്റൽ വയർ വന്നു, മെറ്റൽ വയറിലൂടെ ആ മെറ്റൽ വയർ എങ്ങനെയാണ് ചാനലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, ഇലക്ട്രോണുകൾ അതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണുകളെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരാറ്റമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചലിക്കുന്ന ചാർജുള്ള ആറ്റങ്ങളാണ് ഇലക്ട്രോണുകൾ.
ശ്രദ്ധിക്കുക, എന്താണ്? ചാർജുള്ള ആറ്റങ്ങളാണ്. ഇതില് ഈ ചാർജ് വന്നു കഴിയുമ്പോൾ ശരിക്കും ഈ ആറ്റം എന്തായി മാറും? അയോണുകളായി മാറും. ഇതൊക്കെ നമ്മൾ 9th ക്ലാസ് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ഈ ആറ്റത്തിന് ചാർജ് വന്നു കഴിയുമ്പോൾ ഇത് എന്തായി മാറി? അയോണുകളായി മാറി. അപ്പൊ പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും ഇതിനകത്ത് ഉണ്ടാവും. ഇത് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അപ്പൊ ഇതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ട്, അതായത് നിശ്ചലാവസ്ഥയിൽ ഒരു കോപ്പർ വയറിനകത്ത് ഓൾറെഡി എന്തുണ്ടാവും? ആ നെഗറ്റീവ് ആറ്റങ്ങൾ ഉണ്ടാവും. ഈ ആറ്റങ്ങൾക്ക് എന്ത് ചാർജുകൾ ഉണ്ടാവും? നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള നിരവധി ഇലക്ട്രോൺസ് അതിനകത്ത് ഓൾറെഡി അങ്ങനെ എന്താണ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനിവിടെ 1, 3, 4 എണ്ണൊക്കെയാണ് വരച്ച് കാണിക്കുന്നത്. ഇത് അങ്ങനെയല്ല, എന്താണ്, ദശലക്ഷക്കണക്കിന് ഇങ്ങനെ ആറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് ചാനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അല്ലാതെ വെറുതെ ഒരു കമ്പോ വടിയോ ഉപയോഗിച്ചിട്ട് അതിലൂടെ നമുക്ക് എന്താണ് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ആറ്റങ്ങളെ ചാനലൈസ് ചെയ്ത് വെച്ച ഒരു കോപ്പർ വയറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വൈദ്യുതി കടത്തിവിടാൻ വേണ്ടി പോകുന്നത്. ഇത് നിശ്ചലാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഈ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ആറ്റങ്ങളെ എന്ത് ചെയ്യണം? നമുക്ക് ചലിപ്പിക്കണം. മനസ്സിലായോ? അപ്പൊ ഈ ഇലക്ട്രോണുകളുടെ ഒഴുക്ക് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനൊരു ഫോഴ്സ് കൊടുത്ത് ഇതിനെ ചലിപ്പിക്കണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് ഇങ്ങനെ ആറ്റങ്ങൾ അവിടെ അങ്ങനെ നിറച്ച് അങ്ങനെ ഉണ്ടാവും. അത്രയും മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന് ഫോഴ്സ് കിട്ടിക്കഴിയുമ്പോ എന്ത് ചെയ്യും? ഇതിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ മൂവ് ചെയ്തു തുടങ്ങുമ്പോ ഈ നിശ്ചലാവസ്ഥയിലുള്ള ആറ്റങ്ങളെല്ലാം എന്തായി മാറി? ചാർജുള്ള അയോണുകളായി മാറും. ശ്രദ്ധിക്കുക, എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ആറ്റങ്ങൾക്ക് ചാർജ് കിട്ടിക്കഴിയുമ്പോൾ അവ അയോണുകളായി മാറും. അപ്പൊ അയോണുകളാകുമ്പോ ഈ അയോണുകൾ എന്താണ്? ചാർജുള്ള ആറ്റങ്ങൾ. അയോണുകൾ എന്താണ്? ചാർജുള്ള ആറ്റങ്ങൾ. അപ്പൊ ആറ്റങ്ങൾക്ക് ചാർജ് കിട്ടുന്നു. ചാർജ് കിട്ടിക്കഴിയുമ്പോ ഇതെന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു ബോൾ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു. നിങ്ങൾ ചെന്ന് അതിനെ ഒരു കിക്ക് ചെയ്യുന്നു. ആ കിക്ക് ചെയ്യുമ്പോ പന്ത് എന്ത് ചെയ്യുന്നു? പന്ത് നല്ല സ്പീഡിൽ ഉരുണ്ടു പോകുന്നു. ഇപ്പൊ നിങ്ങൾ അവിടെ ഒരു ചെറിയൊരു വർക്ക് എന്താണ് ഡൺ ചെയ്യുകയാണ്, ആ പന്തിനെ നീക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതുപോലെ ഈ മെറ്റൽ വയറിനകത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള നിരവധി ആറ്റങ്ങളുണ്ട്. ഈ ആറ്റങ്ങളെ ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കും. ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് കിട്ടിക്കാണും. നിങ്ങൾ അവിടെ തീർച്ചയായിട്ടും എഴുതിയിടണം. എന്താ എഴുതേണ്ടത്? ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്. മെറ്റൽ വയറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരം മെറ്റൽ വയറിനോട് ചേർന്ന് നിങ്ങൾ എഴുതിയിടണം. എന്താ എഴുതേണ്ടത്? ഇലക്ട്രോൺസ് ഫ്ലോ എന്നതിൽ മനസ്സിലാക്കണം കേട്ടോ. ഇലക്ട്രോണുകളുടെ ഒഴുക്കാണ് സംഭവിക്കുന്നത്. ഇത്രയും നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനി നെക്സ്റ്റ് എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇതിനകത്ത് എന്തുണ്ട്? സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ കോപ്പർ വയറിനകത്ത്. ഇനി ഇപ്പൊ ഇങ്ങനെയൊക്കെ തനിയെ ചലിക്കുമോ? തനിയെ ചലിക്കില്ല. ചലിക്കാൻ കാരണമാകുന്ന ഒരു സംഭവം അവിടെ വേണം. അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? എന്താണ്? EMF എന്ന് പറയും. മീൻസ് എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇലക്ട്രോണുകൾ ചലിക്കുകയുള്ളൂ. അപ്പൊ ചില കുട്ടികൾക്കൊക്കെ മഴയായിട്ട് ഇന്നലെ കറണ്ട് ഇല്ലാത്ത പ്രശ്നം കൊണ്ട് പലർക്കും ഫോണിൽ ചാർജ് ഇല്ല അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് റെക്കോർഡ് ഞാൻ ഇടുകയാണ്. പക്ഷെ ഇത് എത്ര സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. പിന്നെ പരമാവധി ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ എന്താ ഉത്തരവാദിത്തത്തിൽ കുട്ടികൾ കയറണം കേട്ടോ. പിന്നെ ഇനി ഈ ബേസ് ക്ലാസ് ഒന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴെപ്പോഴും ബേസ് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചത്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മള് ഒരു മെറ്റൽ വയർ എടുത്തു. മെറ്റൽ വയറിനകത്ത് നിശ്ചലാവസ്ഥയിലുള്ള ആറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ആറ്റങ്ങൾ ചലിക്കാൻ തുടങ്ങുമ്പോൾ അവ ചാർജുള്ള അയോണുകളായി മാറുമെന്ന് മനസ്സിലാക്കി. ചാർജുള്ള അയോണുകൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോണുകൾ. ഇത്രയും കിട്ടിക്കാണും. ഓക്കെ, ഇനി അടുത്തത്. ഇനി നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവ ചലിക്കണമെങ്കിൽ, അതായത് ഈ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് ചലിക്കാൻ ശേഷിയുള്ള ഇലക്ട്രോണുകൾ ചലിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സൈഡിൽ ഒരു PD എന്ന് ഇടുകയാണ്. ഈ PD എന്താ? ശരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് കേട്ടോ. PD എന്ന് പറയുന്നത്.
അപ്പൊ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോണുകൾ ചലിക്കുകയുള്ളൂ. ഇനി ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്ന സംഭവം എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടണമെങ്കിൽ എന്താ, ഇപ്പൊ ഒരു വെള്ളം ഒഴുകുന്ന എവിടെ നിന്നാണ്? മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത്. എന്നതുപോലെ വൈദ്യുതി ഒഴുകണമെങ്കിൽ അവിടുന്ന് ഒരു ഫോഴ്സ് കൊടുക്കണം. എവിടുന്ന് ഫോഴ്സ് കൊടുക്കണം? ഒരറ്റത്ത് നിന്ന് ഫോഴ്സ് കൊടുക്കണം. ഈ അറ്റത്ത് നിന്ന് ഫോഴ്സ് കൊടുക്കാൻ എന്ത് സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്തേണ്ടത്? നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? വോൾട്ടേജ് ആണ്. ഓക്കെ, അതായത് ഒരു വർക്ക് ഡണ്ണിന് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മിനിമം വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണുകൾ നീങ്ങുകയുള്ളൂ. ആ മിനിമം വോൾട്ടേജിന് നമ്മൾ എന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയും. അതായത് ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു ലോ പൊട്ടൻഷ്യൽ ഏരിയയിലേക്ക് ഈ കറണ്ട് ഒഴുകണം. കൂടുതൽ ഊർജ്ജ നിലയിൽ നിന്ന് കുറഞ്ഞ ഊർജ്ജ നിലയിലേക്ക് ഈ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്ന സംഭവിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരറ്റത്ത് ബാറ്ററി കണക്ട് ചെയ്യണം. ആ ബാറ്ററിയെ നമ്മൾ എന്ത് വിളിക്കാം? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിളിക്കാം. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെയാണ് എന്താ? വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വലിയ എന്തെങ്കിലും സംഭവമാണോ? അല്ല. ഇലക്ട്രോൺസിന് ചലിക്കാൻ ആവശ്യമായ ഫോഴ്സ് കൊടുക്കാൻ എന്ത് വേണം? ഒരു ബാറ്ററി വേണം. അതിനെയാണ് നമ്മൾ കൂടിയ ഊർജ്ജ നില എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസമൊക്കെ നിങ്ങൾ 9th ക്ലാസ്സിൽ ശരിക്കും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് ഒരു ബോധ്യം കുട്ടിക്ക് ഉണ്ടാവണം. കണ്ടോ, ഇവിടെ നമ്മൾ 9th ക്ലാസ് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഒരു സെല്ലിൽ നിന്ന് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇപ്രകാരം എന്താണ് ഒരു ഫ്ലോ എന്ന് പറയുന്നത്, ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ സംഭവിക്കുന്നത്. ഇത് 9th ക്ലാസ്സിലെ സംഭവമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു സെല്ലാണ്. ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററിയാണ്. ഓക്കെ, ബാറ്ററിയാണ്. ഇതില് ഈ ബാറ്ററി റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അതായത് ഇതിന്റെ വലിയ വര എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ഇതിന്റെ ചെറിയ വര എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുമാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഒരു സെൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇപ്രകാരമാണ്. ഒരു ബാറ്ററി മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു വലിയ വരയും ഒരു ചെറിയ വരയും കൊണ്ടാണ് സെൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ അതിന്റെ ആ വലിയ വര പോസിറ്റീവ് ചാർജിനെയും ചെറുത് നെഗറ്റീവ് ടെർമിനലിനെയും സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് വൺ ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ടെർമിനൽ. കണ്ടോ, അങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് ഒരു ക്ലോസ്ഡ് ആയിട്ട് ഒരു സ്വിച്ച് ആണ്. നമുക്ക് എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇത് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് സ്വിച്ച് ഇത് ക്ലോസ്ഡ് ആണെന്നാണ്. മറ്റെങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആണ്, സ്വിച്ച് ഇട്ടിട്ടില്ല എന്നാണ് കേട്ടോ. അടഞ്ഞിട്ടില്ല എങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ടില്ല എന്നർത്ഥം. അതായത് ഇതിൽ കറണ്ട് ഇല്ല. ഇപ്പോഴിതിൽ കറണ്ട് ഉണ്ട് ഈ ലൈനകത്ത്. ഇത് ക്ലോസ്ഡ് ആണ്. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ മാത്രമേ കറണ്ടിന്റെ ഒരു ഫ്ലോ സംഭവിക്കുള്ളൂ. അതിങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യും, വൈദ്യുതി അവിടുന്ന് കണക്ഷൻ കട്ടാവും. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ്? ഇത് അടഞ്ഞിട്ടാണുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലൈനിലൂടെ ഇപ്പൊ കറണ്ട് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് ബൾബാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോണുകൾ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് പരസ്പരം കൂട്ടിമുട്ടാത്ത പോസിറ്റീവ് ഇലക്ട്രോണുകളും നെഗറ്റീവ് ഇലക്ട്രോണുകളെയാണ് നിങ്ങൾ സെല്ലിൽ കാണുന്നത്. ശ്രദ്ധിച്ചോളുക. നോക്കൂ, ഇതിൽ നിന്ന് എന്ത് ചെയ്യും? നെഗറ്റീവ് ഇലക്ട്രോണുകൾസ് ഇങ്ങനെ ഓടി എങ്ങോട്ട് വരും? പോസിറ്റീവ് ഇലക്ട്രോണുകളുടെ അടുത്തേക്ക് വന്നു ചേരും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുക? വൈദ്യുതി ഉണ്ടാവുക. നെഗറ്റീവ് ഇലക്ട്രോണുകൾ എന്ത് ടെർമിനലിനെ ആസ്പദമാക്കി സഞ്ചരിക്കും? പോസിറ്റീവ് ടെർമിനലിനെ ആസ്പദമാക്കി സഞ്ചരിക്കും. അപ്പൊ ആ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ആ ആകർഷണത്തിലാണ് വൈദ്യുത സിഗ്നൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നത്. അത് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്ന അറിയാമോ? പ്രകാശ വേഗത്തിലാണ് സഞ്ചരിക്കുക. ഇതൊക്കെ 9th ക്ലാസ് ഫിസിക്സ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ട് 9th ശരിക്കും പഠിച്ച് സെറ്റ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10 അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടല്ല. ഇത് മുഴുവൻ നമ്മൾ 9th ക്ലാസ്സിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു ക്ലോസ്ഡ് പാത്ത് ആയിട്ടുള്ള ഒരു വേയിലൂടെ മാത്രമേ കറണ്ട് സഞ്ചരിക്കുകയുള്ളൂ. ചിലപ്പോ ഇങ്ങനെ തുറന്നു വന്നിട്ടൊക്കെ നിങ്ങളോട് പല ചോദ്യങ്ങൾ വരും.
ഓക്കെ, പിന്നെ എന്താണ്, ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പത്തിന്. അപ്പൊ ഇത് കുട്ടികൾക്ക് പലർക്കും അറിയില്ല. കറണ്ട് ഇല്ലാത്ത ലൈൻ കൊടുത്തിട്ടാണ് ചാർജ് കണ്ടുപിടിക്കാനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇത്രയൊക്കെ നമുക്ക് ഏകദേശം കിട്ടി. ഇനി നമ്മള് ഓക്കെ, ഇപ്പൊ കുട്ടികളെ, പിന്നെ ഇതില് ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കാണിക്കുന്നത്. നോക്കുക, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് തന്നെയാണ് അതിന്റെ ഫ്ലോ കാണിക്കുന്നത്. പക്ഷെ കറണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നോ, കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇത് എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്, അതെടുക്കുമ്പോൾ പറയാം. ഇനി ഇതിവിടെ ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ആയിട്ടുള്ള ആറ്റങ്ങൾ, അതിന് ചാർജ് കിട്ടുന്നു, ചാർജ് കിട്ടുമ്പോൾ അത് അയോണുകളായി മാറുന്നു. ഇനി ഇതില് ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം. എങ്ങനെയാണ് ഇതിൽ റെസിസ്റ്റൻസ് സംഭവിക്കുന്നതെന്നും കൂടി ഒന്ന് പഠിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. എങ്ങനെയാണ് ഇവിടെ റെസിസ്റ്റൻസ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മള് ഇലക്ട്രോൺസ് ഒഴുകാൻ തുടങ്ങി. ഇനി ഇങ്ങനെ ഇലക്ട്രോൺസ് ഒഴുകി തുടങ്ങി കഴിയുമ്പോ ഇതില് ഭയങ്കരമായ ചൂടുണ്ടാവും. ഈ ചൂടുണ്ടാവുന്ന, നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. അതായത് വൈദ്യുതിയുടെ ഫലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്. ഈ താപഫലം എന്ന് പറയുന്ന സംഗതി, അതായത് ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹീറ്റ്, അതിനോടൊപ്പം ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ ഹീറ്റ് എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അത് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോവാം നമുക്ക്. ഓക്കെ, ഇതിൽ നമ്മൾ കണ്ടു ചാർജുള്ള എന്താണ് ആറ്റങ്ങളെ നമ്മൾ അയോണുകൾ എന്ന് വിളിച്ചു. ഇനി നമ്മൾ ബാറ്ററി സൈഡിൽ ഒരു സെല്ല് നമ്മൾ സൈഡിൽ കൊടുക്കുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം സംഭവിക്കുന്നു. ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ ഏരിയയിലേക്ക് ഇലക്ട്രോണുകളുടെ ഒരു ഫ്ലോ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികളെ, ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഊർജ്ജനില കൂടിയത് നെഗറ്റീവ് ഇലക്ട്രോണുകളാണ്. ശ്രദ്ധിക്കുക, ഈ പോസിറ്റീവ് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പോസിറ്റീവ് അയോണുകൾ എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന സമയത്ത് ഇവ എന്താണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും. ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോസിറ്റീവ് അയോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് പോസിറ്റീവ് അയോണുകൾ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊളീഷൻ നടക്കും. കൊളീഷൻ നടക്കുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത്, അയോണീകരണം, ഓക്സികാരി, നിരോക്സികാരി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു വെച്ചത് തന്നെയാണ്. അപ്പൊ ഇതില് എന്താണ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്ന ആറ്റങ്ങളെയാണ് നമ്മൾ ഈ പോസിറ്റീവായിട്ടൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് കൊളീഷൻ സംഭവിക്കുന്ന സമയത്ത്. അപ്പൊ ഈ ഊർജ്ജനില കൂടിയ നെഗറ്റീവ് ആറ്റങ്ങൾ എന്ത് ചെയ്യും? ഒരു ഭാഗത്തുനിന്ന് ബാറ്ററി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും. ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഈ പോസിറ്റീവ് അയോണുകൾ എന്താണ്? പോസിറ്റീവ് അയോണുകൾ നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കും. ആര് മാത്രമേ ചലിച്ചു തുടങ്ങിയുള്ളൂ? ചലിക്കുന്നവ ഏതാണ്? നെഗറ്റീവ് അയോണുകൾ സഞ്ചരിക്കും. ഇങ്ങനെ നെഗറ്റീവ് അയോണുകൾ ചാനലിലൂടെ വരികയാണ്, ഒരു ചാലകത്തിലൂടെ സഞ്ചരിക്കുന്നു. വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നിശ്ചലാവസ്ഥയിലുള്ള പോസിറ്റീവ് അയോണുകളായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് അയോണുകളായിട്ടില്ല, പോസിറ്റീവ് ആയിരിക്കുന്ന ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ, ഈ സ്റ്റാറ്റിക് ആണ്, ഇത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ്, ഇവ ചലിക്കുന്നില്ല. ഇവയായിട്ട് വന്ന് ആര് കൂട്ടിയിടിക്കും? ഈ നെഗറ്റീവ് അയോണുകൾ വന്ന് കൂട്ടിയിടിക്കും. എന്താ പറഞ്ഞത്? ഊർജ്ജനില കൂടിയ നെഗറ്റീവ് അയോണുകൾ എന്ന് പറയുന്നത്, അത് ചാർജ് ഉള്ളവയാണ് നെഗറ്റീവ് അയോണും പോസിറ്റീവ് അയോണും. ആറ്റങ്ങൾ തന്നെയാണ്, ഇത് ആറ്റം തന്നെയാണ് കുട്ടികളെ. അപ്പൊ ഇവ ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവുകൾ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ വന്നിട്ട് പോസിറ്റീവുമായിട്ട് വന്നിട്ട് കൊളൈഡ് ചെയ്യും. അതായത് ഇവ ചലിക്കുന്നില്ല, ഒരേ രീതിയിൽ ചലിച്ചു പോകുന്നില്ല. നെഗറ്റീവ് വന്നിട്ട് ആരുമായിട്ട് കൂട്ടിയിടിക്കും? പോസിറ്റീവായിട്ട് വന്നിട്ട് ഒരു കൊളീഷൻ നടക്കും. അപ്പൊ ഈ ചലിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അത് നിങ്ങൾ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചതാണ്, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞൊരു സംഗതി.
9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. 9ലും പഠിച്ചിട്ടുണ്ട്, 8ലും മനസ്സിലാക്കുന്നതാണ്. ഇങ്ങനെ എന്താണ്, ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്യുന്ന സമയത്ത്, ചലിക്കാൻ തുടങ്ങുന്ന സമയത്ത് കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഈ കൈനറ്റിക് എനർജി എന്ന്, അതായത് ഈ ഇലക്ട്രോണുകൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. ഇത് വളരെ വേഗത്തിൽ പോവുകയാണ്. വളരെ വേഗത്തിൽ പോകുന്ന ഇലക്ട്രോണുകളുടെ എന്താണ്, അതിന്റെ എനർജി ലോസ് എന്ന് പറയുന്നത് സംഭവിക്കുന്നുണ്ട്. ഒരു ഊർജ്ജ നഷ്ടം ഈ നെഗറ്റീവ് അയോണുകൾക്ക് സംഭവിക്കുന്നുണ്ട്, ഈ പോസിറ്റീവുമായിട്ട് കൂട്ടിയിടിക്കുന്ന സമയത്ത്. ആ ഊർജ്ജ നഷ്ടമാണ് എന്തായി മാറുന്നത്? കൈനറ്റിക് എനർജി ആയി മാറുന്നത്. ഈ കൈനറ്റിക് എനർജിയുടെ കൺവേർഷൻ എന്ന് പറയുന്നത്, അതിന്റെ രൂപാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആണ്, ചൂടാണ്. മനസ്സിലായോ? ആ ചൂടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക, പ്രതിരോധം എന്ന് വിളിക്കുക. ടെക്സ്റ്റിൽ നമ്മൾ പ്രതിരോധം, റെസിസ്റ്റൻസ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇലക്ട്രോണുകള് പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോണുകളാണ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിനൊരു ഫോഴ്സ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ഫോഴ്സാ കൊടുക്കുന്നത്? ബാറ്ററിയില് ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ ഒരു പോയിന്റിൽ കൊടുക്കുന്നുണ്ട്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ ഫലമായിട്ട് നെഗറ്റീവ് ഇലക്ട്രോണുകൾ അമിത വേഗത്തിൽ സഞ്ചരിക്കുകയും പോസിറ്റീവ് ഇലക്ട്രോണുകളായിട്ട് കൂട്ടിയിടിക്കുകയും അത് സ്പ്ലിറ്റ് ചെയ്യുകയും നെഗറ്റീവ് അയോണുകളുടെ പാതയ്ക്ക് ഒരു ഒരു തടസ്സം സൃഷ്ടിക്കുകയും അവിടെ ഒരു കൈനറ്റിക് മീൻസ് ചലനമാണ്. അപ്പൊ ഒരു ഊർജ്ജ നഷ്ടം അവിടെ സംഭവിക്കുന്നു. ആ ഊർജ്ജ നഷ്ടം ഹീറ്റായി മാറുകയും ചെയ്യുന്നു കേട്ടോ. അതാണ് ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹീറ്റ് എനർജി ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ഇതിലും കേട്ടോ. അതായത് ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന സമയത്ത് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി ആ കൊളീഷന്റെ ഫലമായിട്ടാണ് ഈ ഹീറ്റ് എനർജി ഉണ്ടാവുന്നത്. അപ്പോ ഒരു മെറ്റൽ വയർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോണുകൾ അതിനകത്തുണ്ട്. ഇവയെ ചലിപ്പിക്കുന്നത് എന്താണ്? ഒരു ബാറ്ററിയുടെ സഹായത്തോടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ നമ്മൾ നടപ്പിലാക്കും. ഒരു EMF സംവിധാനത്തോടു കൂടി മാത്രമേ ഇലക്ട്രോണുകളുടെ ഒരു ഫ്ലോ സംഭവിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് 9th ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്. ധാരാവൈദ്യുതി എന്ന് പറഞ്ഞൊരു പാഠമുണ്ട് കുട്ടികളെ. അപ്പൊ അതിനകത്ത് നിങ്ങൾ കുറച്ചുകൂടി ഇത് റെക്കോർഡിൽ പോകുന്നുണ്ട് കുട്ടികളെ. അപ്പൊ ജസ്റ്റ് ഞാൻ നിർത്തുവാണ്. സെറ്റ് ആയോ നോക്കട്ടെ.